എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസാദ് മുരുകൻ്റെ സംവിധാനത്തിൽ വന്ന വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇത് ഒരു ഹൈപ്പർ ലിങ്ക് സിനിമയാണ്. അതായത് ഹൈപ്പർ ലിങ്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ കൊണ്ടുവന്ന് തീർക്കുന്നതിനെയാണ് ഹൈപ്പർ ലിങ്ക് സിനിമ എന്ന് പറയുന്നത്. ഇതിൻ്റെ കഥ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ് ഡോൺ, അതായത് റൗഡി, അയാളുടെ ഭാര്യ വന്നിട്ട് സുഖമില്ലാണ്ട് കിടക്കുന്നു. അപ്പോൾ അയാൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വരുന്നു. അതിന് വേണ്ടിയിട്ട് ആ പൈസ ലഭിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അയാൾ എത്തിത്തീരുന്നു. വേറൊരു ക്യാരക്ടർ വന്നിട്ട് ഒരു സ്വീപ്പർ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീക്കൊരു മോളുണ്ട്. ആ മോള് വന്നിട്ട് ഒരു അർദ്ധനാരീശ്വരിയാണ്. അപ്പോൾ ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ശ്രമിക്കുന്നു. അങ്ങനെ അവിടെ ചുറ്റിമുറ്റി കടമൊക്കെ വാങ്ങി വയ്ക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ കടം വാങ്ങിയതിൽ ഒരാൾ വന്നിട്ട് ഈ സ്ത്രീയുടെ മകളെ ബലാത്സംഗം ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ അതിനെങ്ങനെയെങ്കിലും ഈ സ്ത്രീ റിവഞ്ച് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഇരിക്കുന്നു. പിന്നൊരു ക്യാരക്ടർ കാണിക്കുന്നത് ഒരു സ്ഥലത്തെ ഒരു പ്രമുഖ വ്യക്തി. ആ വ്യക്തി വന്നിട്ട് ഒരു ജാതീയ രീതിയിൽ വളരെയധികം വെറികൊണ്ടിരിക്കുന്ന ഒരു ടീം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വന്നിട്ട് അയാളുടെ മോള് വന്നിട്ട് വേറൊരു ജാതിക്കാരൻ ചെക്കനെ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതെങ്ങനെയെങ്കിലും തടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് എന്ത് വില കൊടുത്തും ഞാൻ തടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്ന അയാളുടെ ഒരു ക്യാരക്ടർ. അടുത്തത് കാണിക്കുന്നത് വന്നിട്ട് ഒരു പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു ജോഡി. ഈ ജോഡിയിൽ വന്നിട്ട് ഈ പെണ്ണിന് വന്നിട്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സാധിച്ചില്ലെങ്കിലും തരക്കേടില്ല, എങ്ങനെയെങ്കിലും ജീവിച്ച് പോയാൽ മതി എന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുന്നു. പക്ഷേ ആ വീട്ടിൽ പോയി കഴിഞ്ഞ് അത് വളരെയധികം റിസ്ക് ആയിരിക്കും അവിടെ ജീവിക്കാൻ പെണ്ണിന്. അപ്പോൾ അവിടെ നടക്കുന്നതൊക്കെ വന്നിട്ട് ഒരുപാട് മോശകരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഫാമിലീനെ റിവെഞ്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണും തീരുമാനം എടുത്തിട്ട് ഇരിക്കുന്നു. ഈ 4 ക്യാരക്ടറേയും വന്നിട്ട് ഒരു സാധനം വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടന്ന ഒരു ഗൺ. ഈ ഗൺ ഇവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് കഥ. പൊതുവേ ഒരു ഹൈപ്പർ ലിങ്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പല സംഭവങ്ങൾ നടന്നിട്ടിരിക്കും. അത് ഇങ്ങനെ മാറ്റി മാറ്റി അവർ ഓൺലൈനിൽ കാണിച്ചിട്ടിരിക്കും. അതേപോലെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റോറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോറിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ക്യാരക്ടറിനെ മറക്കാൻ പറ്റില്ല. അടുത്ത കഥ വരുന്നവരെ നമ്മൾ ഇത് ആലോചിച്ചിരിക്കും. അടുത്തത് മൂന്നാമത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഈ 2 ക്യാരക്ടറിനെയും നമുക്ക് ആലോചിച്ചിരിക്കേണ്ടി വരും. അപ്പോഴേ ഉള്ളൂ നമുക്ക് ഈ ക്യാരക്ടർ വിട്ട് അടുത്ത ക്യാരക്ടർ പോകുമ്പോഴത്തേനും നമുക്കത് ആലോചിച്ചിരിക്കുമ്പോൾ ആ പടം നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ പടത്തിൽ വന്നിട്ട് ഒരു ക്യാരക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ക്യാരക്ടർ മറന്നു പോകുന്നു, പഴയ ക്യാരക്ടർ മറന്നു പോകുന്നു. അതാണ് ഈ പടത്തിൻ്റെ ഒരു വലിയൊരു മൈനസ് പോയിൻ്റ് ആയിട്ട് തോന്നിയത്. വീണ്ടും ആ ക്യാരക്ടർ വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ എന്ന്. അതായത് ഓരോ ക്യാരക്ടറും തനിച്ച് ഉള്ള പോലെ തോന്നുന്നത്. അതായത് ഈ ഹൈപ്പർ ലിങ്ക് ആയിട്ടൊന്നും ലിങ്ക് ആകാണ്ട് ഉള്ള പോലെ ഒരു ഫീലിംഗ്. ശരിക്കും ഈ കഥയിൽ വന്നിട്ട് മെയിനായിട്ടുള്ള വരുന്നത് ആ ഗണ്ണാണ്. അപ്പോൾ ഈ ഗണ്ണ് വന്നിട്ട് ഓരോ ക്യാരക്ടറിൻ്റെ കയ്യിലേക്ക് മാറിപ്പോകുമ്പം നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നണം. പക്ഷേ ഇതിൽ അതൊക്കെ വളരെ കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ. 2006 ബേബൽ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് സിനിമ വന്നായിരുന്നു. ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടായിരിക്കും ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ സിനിമയിൽ അങ്ങനെയാണ്. കുറച്ച് ആട് മേയ്ക്കുന്ന 2 ചെക്കന്മാരുടെ ഒരു ഗണ്ണ് കിട്ടും. അപ്പോൾ വന്നിട്ട് ദൂരത്തുനിന്നൊരു ബസ് വന്നുകൊണ്ടിരിക്കുക. ആ ബസ്സിനെ നോക്കി ഇവർ ഷൂട്ട് ചെയ്യുമ്പോൾ അതിലൊരു ഇംഗ്ലീഷ് വുമണിന് വന്നിട്ട് കുറച്ച് അടിയാവും. അതിനുശേഷം അവർക്ക് എന്താണ് കഥ, അവരുടെ അടുത്തിരിക്കുന്നവർക്ക് എന്താണ് കഥ എന്ന് പറഞ്ഞിട്ടൊരു ഹൈപ്പർ ലിങ്ക് സിനിമ. പറ്റുമെങ്കിൽ നിങ്ങൾ ആ സിനിമ കാണണം, നല്ല രസമുണ്ട് കാണാൻ. ആ പടത്തിന് ഇൻസ്പയർ ആയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കാനുള്ള ഒരു സാധ്യത എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അത് ഡയറക്ടറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. നിങ്ങൾക്കൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഈ ബേബൽ പടം കാണണം. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നല്ലൊരു സ്റ്റോറിയാണ്. മിസ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഈ പടവും ഏകദേശം അതേ വരുന്നതുകൊണ്ട്. പക്ഷേ ഇതിലെന്താ മിസ്റ്റേക്ക് വെച്ച് കഴിഞ്ഞാൽ, തിരക്കഥയിൽ വന്നിട്ടൊരു സ്വാരസ്യമില്ല. അതേപോലെ സീൻസുകളൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല.
ഇനിയും നമുക്ക് പറയുകയാണെങ്കിൽ ഈ പടം വന്നിട്ട് ഒരു ഷോർട്ട് ഫിലിമിനുള്ള കണ്ടൻറ്റേ ഉള്ളൂ. ശരിക്കും കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ സീൻസുകളൊക്കെ ലെങ്തായി എടുത്തിട്ട് ഒരു സിനിമ തീർക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുപോയിരിക്കുന്ന പോലെയും തോന്നുന്നുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇരുന്ന് കാണാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് കാണാം. ഈ ബേബൽ സിനിമയൊന്നും കാണാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഇരുന്ന് കാണാം. പക്ഷെ വലിയ സ്വാരസ്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ശരി, ബൈ.